നവംബർ 12 മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ജോസഫാത്തിന്റെ തിരുനാളിൽ ആഗോളസഭ. ജോസഫാത്ത് ലിത്തുവാനിയയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന പേര് ജോൺ കുൻസേവിക് എന്നായിരുന്നു. അവന് 15 വയസ്സായപ്പോഴാണ് 10 ലക്ഷം ക്രൈസ്തവരും 6 മെത്രാന്മാരും കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്കിനെ ഉപേക്ഷിച്ച് കത്തോലിക്കാ സഭയിലേക്ക് പുനരൈക്യപ്പെട്ടത്. ബ്രസ്റ്റ് ലിസ്റ്റോവ്സ്കിയിലെ പുനരൈക്യമെന്നാണ് ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത്. റഷ്യയിലും പോളണ്ടിലും ഉണ്ടായ മതപീഡനം നിമിത്തം ഈ പുനരൈക്യത്തിൽ നിന്ന് ശാശ്വത ഫലം ഉളവായില്ല. ഒരു വ്യാപാരിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ജോണിനെ ഈ പുനരൈക്യ പ്രസ്ഥാനം സ്വാധീനിച്ചു. അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ വിൽന എന്ന പ്രദേശത്തുണ്ടായിരുന്ന ബസീലിയൻ ആശ്രമത്തിൽ ചേർന്ന് ജോസഫാത്ത് എന്ന നാമധേയം സ്വീകരിച്ചു. യഥാകാലം അദ്ദേഹം ഒരു വൈദികനായി, ആശ്രമ അധികാരിയായി, പേരുകേട്ട ഒരു പ്രാസംഗികനായി. 38-ാമത്തെ വയസ്സിൽ വിറ്റബ്സ്കിലെ ബിഷപ്പായി. ഉടനെ ഒരു പ്രശ്നമുദിച്ചു. മിക്ക സന്യാസികളും വൈദികരും ആരാധനാക്രമത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും മാറ്റം വരുമെന്ന് കരുതിയിരുന്നതിനാൽ റോമാസഭയോട് പുനരൈക്യപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല. സൂനഹദോസുകളും മതപഠനവും വൈദിക ജീവിത നവീകരണവും സ്വന്തം ജീവിതമാതൃകയും വഴി ലിത്തുവാനിയയിലെ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ ബിഷപ്പ് ജോസഫാത്ത് പുനരൈക്യത്തിന് തയ്യാറാക്കി. അടുത്ത വർഷം ഒരു എതിർ ഹയറാർക്കി സ്ഥാപിതമായി. അവർ പറഞ്ഞു പരത്തി ജോസഫാത്ത് ബിഷപ്പ് ലത്തീൻ റീത്ത് സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. പോളണ്ടിലെ ലത്തീൻ മെത്രാന്മാർ അദ്ദേഹത്തെ കാര്യമായി സഹായിച്ചുമില്ല. അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ വേണ്ടി ഒരു വൈദികനെക്കൊണ്ട് നിന്ദാവാക്യങ്ങൾ വിളിച്ചു പറയാൻ ശത്രുക്കൾ ഏർപ്പാട് ചെയ്തു. അദ്ദേഹത്തെ അവർ സ്വഭവനത്തിൽ തടങ്കലിലാക്കി. എതിരാളികൾ നഗരമണി അടിച്ചു. ശത്രുക്കൾ ഓടിക്കൂടി ബിഷപ്പ് ജോസഫാത്തിനെ വെടിവെച്ചു കൊന്ന് പുഴയിലേക്കെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കത്തോലിക്കാ സഭയിലേക്കുള്ള പുനരൈക്യത്തിന് മാർഗം തെളിച്ചു. എങ്കിലും വഴക്കുകൾ തുടർന്നു. പോളണ്ട് 2ആയി വിഭജിച്ചു. ഭൂരിപക്ഷം റുഥീനിയരെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ചേർത്തു. വിറ്റബ്സ്കി ഇന്ന് റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ജോസഫാത്തെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.